അങ്ങനെ ഒരുത്തൻ ഏതൊരുത്തും പറയാ, അതായത് ഞാൻ എന്തോ നീ എന്തോ എൽസോത്തിനെ വളയ്ക്കാൻ വന്നാണോന്നുള്ള പോലെ. മാക്സിമം ഞാൻ ഒന്നും പറയാതെ കീപ്പ് ചെയ്യാം. കാരണം നീ പറഞ്ഞ കണക്ക് ഇനി ഞാൻ ഷോർട്ടായിട്ട് അങ്ങോട്ടൊരു കാര്യം പറഞ്ഞുതരാം. വേറൊന്നുമില്ല, എലിസബത്തിന് നീതി ലഭിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കട്ടയ്ക്ക് നിന്നല്ല ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്ന ഹാഷ്ടാഗ് ഒടിച്ച്. ആ ഹാഷ്ടാഗ് പാഴായി പോകുമോ എന്നുള്ള ഒരു പേടി എനിക്കുള്ളിലുണ്ട്. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത് എലിസബത്തിന് നീതി കിട്ടട്ടെ. എലിസബത്ത് ഒരു സമയത്ത് ആ വ്യക്തിയിൽ നിന്നും അനുഭവിച്ച എല്ലാ ക്രൂരതയ്ക്കും എലിസബത്തിന് നീതി കിട്ടട്ടെ. നിയമത്തിന്റെ വശത്ത് നിന്നും തന്നെ നീതി കിട്ടട്ടെ. എലിസബത്ത് അനുഭവിച്ച കാര്യങ്ങളെല്ലാം ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാൻ ബാക്കിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും പറയുന്നത് ഇനി ആ വ്യക്തിക്കെതിരെ കേസ് കൊടുക്കണം, കേസ് കൊടുത്ത് മുന്നോട്ട് പോകണമെന്ന്. അല്ലാണ്ട് നമുക്ക് എലിസബത്ത് കേസ് കൊടുത്തിട്ട് കേസിന്റെ അകത്ത് പെട്ട് കിടക്കണം എന്നുള്ള ഒരു ആഗ്രഹമല്ല. ഇനി എലിസബത്തിന് കേസ് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ കൊടുക്കണ്ട എന്നേ ഞാൻ പറയത്തുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ മാത്രം താല്പര്യമാണ്. എന്തായാലും അതങ്ങനെ നടക്കട്ടെ. പക്ഷെ ഇതിന്റെ ഇടയിൽ കലക്ക വളർത്തി മീൻ പിടിക്കുന്ന ചില ചാണകം നാറികളുണ്ട്. ചാണകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സാധനമാണ്, ചെടിക്കിട്ട് കഴിഞ്ഞാൽ വളമാണ്. അല്ലാണ്ട് വേറെ പല കാര്യങ്ങൾക്കും അത് യൂസ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചിട്ട് ചാണകം എടുത്ത് ചവയ്ക്കാനും നിൽക്കല്, എടുത്ത് പോക്കറ്റ് ഇടാനും നിൽക്കല്. നാറും. അങ്ങനത്തെ ഒരു നാറിയ പരിപാടിയാണ് ഒരുത്തൻ കാണിച്ചിട്ടുള്ളത്. വേറെ ആരുമില്ല, ചെക്കത്താൻ അജു അലക്സ്. ഈ ഒരു വിഷയത്തിന്റെ ഇടയിൽ കയറിയിട്ട് ഇവനെ വെളുപ്പിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. പേഴ്സണലി എനിക്ക് ഇവനെ ഒരു താല്പര്യമില്ല. അതിന്റെ കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാതെ ഇവൻ വന്നിട്ട് വല്ല വായി തോന്നിയൊക്കെ വിളിച്ച് പറയാറുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടനായ ആ ഒരു വ്യക്തി നമ്മളെല്ലാവരും വിമർശിക്കാറുണ്ട് അല്ലെ. പക്ഷേ ആ വയനാട്ടിൽ ആ ഇഷ്യൂ വന്ന സമയത്ത് മോഹൻലാൽ അവിടെ പോയതും അവിടെ കുറച്ച് പ്രവൃത്തികൾ ചെയ്തതും ഇവൻ അന്ന് കുരു പൊട്ടിയിട്ട് ഇവൻ കയറി പറയുന്ന ഒരു വിഷയമൊക്കെ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ട? എല്ലാവരും കണ്ട ഒരു കാര്യമായിരിക്കും മോഹൻലാൽ റീച്ചിന് വേണ്ടി പോയെന്ന്. മോഹൻലാലിന് എന്തിനാടാ റീച്ച് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനത്തെ ഒരു വേട്ടവാളിയനാണ് ഇവൻ. ബോധം എന്ന് പറയുന്ന സാധനം 7 അയലത്തൂടി പോയിട്ടില്ല. എന്തോന്ന് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് പോച്ചിട്ട് അടിച്ച് കയറ്റിയിട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇവൻ ഇന്ന് കാണിച്ചിട്ട് ഉള്ളത് ഒരു ഡാഡി ഇല്ലാത്ത പരിപാടി തന്നെയാണ്. എടാ, നിന്നെ ഒരാൾ പറഞ്ഞ നിനക്ക് മാന്യമായിട്ട് വിമർശിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് അല്ലെ. അതാണ് അതിന്റെ മാന്യമായ ഒരു രീതി. ഞാൻ ഒരിക്കൽ മല്ലു ഫാമിലിയുടെ വീട്ടിലുള്ളവരെ തെറി വിളിച്ചു. അത് കണ്ടിട്ടുള്ളവർക്ക് ആ വിഷയം അറിയായിരിക്കും. അത് എന്താണ് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ലാതെ അവൻ എന്റെ വീട്ടിലുള്ള എന്റെ പെറ്റമ്മയെ അവൻ ചീത്ത വിളിച്ചു. എന്റെ അമ്മയെ ചീത്ത വിളിച്ചാൽ ഒരുത്തനെ ഞാൻ ഇന്നേ വരെ വെറുതെ വിട്ട ചരിത്രവുമില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചും വിളിച്ചു. എന്റെ മനസമാധാനത്തിന് ഞാനും വിളിച്ചു. അതാണ് എൻ്റെ ഒരു രീതി. പക്ഷെ ഇങ്ങോട്ട് ഒരിക്കലും എൻ്റെ അമ്മയോ എൻ്റെ വീട്ടുകാരെയോ ചീത്ത വിളിക്കാതെ ഒരു വ്യക്തിയും ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ അങ്ങോട്ട് കയറി അവൻ്റെ അമ്മയ്ക്ക് വിളിച്ചിട്ടില്ല, വിളിക്കത്തുമില്ല. അത് എൻ്റെ ഒരു നിലപാടാണ്. അത് ഇങ്ങോട്ട് വിളിച്ചാൽ വെറുതെ വിടത്തുമില്ല. അങ്ങനെ ഞാൻ ഇന്ന് ചെകുത്താന്റെ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയുണ്ടായിട്ടുണ്ട്. യൂഷ്വൽ സൈക്കോയുമായിട്ടുള്ള ഇഷ്യൂ ആണ്. ഇവൻ ചെകുത്താനെ വിമർശിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇവൻ കാണിക്കുന്ന കന്നന്തിരിവുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. ആര്? യൂഷ്വൽ സൈക്കോ. എലിസബത്തിന്റെ കൂടെ നിന്നും കൊണ്ട് ഇവന് റീച്ച് ഉണ്ടാക്കാൻ, മീൻസ് റീച്ച് അല്ല, ഇവനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി. അതായത് ചെകുത്താനെ ആ ഒരു പരിപാടി ഇവൻ കാണിക്കുന്നതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യൂഷ്വൽ സൈക്കോ ഒരു വീഡിയോ ഇട്ട് ആറാട്ടെണ്ണനെയും വെച്ച് കമ്പയർ ചെയ്തിട്ടൊക്കെയാണ് അവൻ ഇട്ടത്. ആ വീഡിയോ ഇട്ടപ്പം ഈ ചെകുത്താന് കൊണ്ട് അങ്ങ് കുരുപൊട്ടിയ ഇടം നീ തിരിച്ച് തിരിച്ച് വിമർശിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ നീ അവനെ ചീത്ത വിളി, അതിൽ അർത്ഥമുണ്ട്. പക്ഷെ അവന്റെ വീട്ടിലിരിക്കുന്ന അമ്മയോ പെങ്ങളെയോ ഭാര്യയോ ആരെയും ചീത്ത വിളിക്കുന്നത് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഈ തിരിച്ചു പറയാൻ അറിഞ്ഞൂടാത്തവരാണ് അങ്ങോട്ടും ചീത്ത വിളിച്ച് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്കത് പേഴ്സണലി യോജിപ്പുള്ള ഒരു കാര്യമില്ലേ. വിളിക്കുന്നുണ്ടെങ്കിൽ വിളിച്ചോ, കുഴപ്പമില്ല. പക്ഷെ വീട്ടിലുള്ളവരെ വിളിക്കരുത്. അവര് നിന്നോടൊക്കെ എന്ത് തെറ്റ് ചെയ്ത്, അല്ലെങ്കിൽ തന്നെ ആരുടെയും അച്ഛനും അമ്മയും ചീത്ത വിളിക്കാതിരിക്കാം മാക്സിമം. ഞാൻ ഈ മല്ലു ഫാമിലിയുടെ അമ്മയൊക്കെ അന്ന് ചീത്ത വിളിച്ചതിന് ശേഷം ഞാൻ പിന്നെ റിഗ്രറ്റ് ചെയ്ത് ഞാൻ തന്നെ പിന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി അന്ന് വിളിച്ചതിന് ശേഷം എനിക്കത് മാനസികമായിട്ട് കണക്ട് ആവുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതാണ് നമ്മളെയൊക്കെ മൈൻഡ് സെറ്റ്. ഒരുത്തന്റെ അമ്മയ്ക്കോ അച്ഛനോ ഒന്നും വിളിക്കാനുള്ള താല്പര്യമില്ല. പിന്നെ ഗതികേട് കൊണ്ടൊക്കെ വിളിക്കാറുണ്ട്. ഇൻബോക്സിൽ വന്നിട്ട് തെറി വിളിച്ചാലും തിരിച്ച് വിളിക്കാറുണ്ട്. അത് ഗതികേടും ഉണ്ടാകും. അങ്ങനെ വിളിക്കാൻ ഒരു താല്പര്യമില്ല. ഞാൻ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയല്ല. എന്തായാലും ചെകുത്താൻ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ കണ്ടു നോക്കാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. എലിസബത്തെ, നിങ്ങൾക്ക് ഇനി നീതി കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് വളരെയധികം സംശയമുണ്ട്. ആ കമന്റ് ആ കൊച്ചെവിടെ നിന്നാണ് വായിക്കുന്നതെന്ന് പോലും ആർക്കും അറിയത്തില്ല. മനസ്സിലായില്ലേ? അത് പലപ്പോഴും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നുണ്ട്. അതിനിപ്പോ ശാരീരികമായിട്ട് വരെ ഈ ബുദ്ധിമുട്ടുണ്ട് അനുഭവിച്ചു തുടങ്ങിയത്. മനസ്സിലായില്ലേ? ഈ മാനസികമായ സ്ട്രെസ് കൂടി അത് ശാരീരികമായ ബുദ്ധിമുട്ടിലേക്ക് പോലും എത്തി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അതൊക്കെ അറിയാത്ത മനസ്സിലാക്കാത്ത ആൾക്കാരൊക്കെ കൂടി അതിനെ കുറ്റം പറയുകയും ഏതോ ഒരുത്തം വന്ന് ഏതോ ഒരു വീഡിയോക്കകത്ത് പറയാ എന്താ എൽസബത്തിന്റെ കാര്യത്തിൽ ചെകുത്താൻ ഇടപെട്ടേക്കുന്ന 6 എണ്ണം വന്ന പോലെ കിടന്ന് മെഴുകാനാണെങ്കിൽ അങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള കാര്യമല്ലേ. നീ എന്തിനു ഇതിന്റെ ഇടയ്ക്കാരം മെഴുകുന്നു? പിന്നെ നീ വന്നിരുന്നിട്ട് പറയുകയാണ് ആരും ഇതിൽ ഇടപെടണ്ട, ആരും എലിസബത്തിനെ സഹായിക്കേണ്ട, അബ്രാമി ആയാലും ആരും സഹായിക്കേണ്ട, ആരെയും സപ്പോർട്ട് വേണ്ട. ഇത് പറയാൻ നിനക്കെന്ത് റൈറ്റ്സ് ആടാ? നിനക്കെന്ത് റൈറ്റ്സ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിനക്ക് ഇതിൽ കയറി ഒന്ന് കൊണയടിക്കേണ്ട എന്തെങ്കിലും റൈറ്റ്സ് ഉണ്ടാ? ഇല്ല, നിനക്ക് ഒരു റൈറ്റ്സും ഇല്ല. ഞാൻ ഉള്ള കാര്യം പറയാം.
നിനക്ക് ഈ വിഷയത്തിൽ സംസാരിക്കേണ്ട എന്ത് റൈറ്റ്സ് ആണുള്ളത്? എലിസബത്തിന്റെ വീട്ടിൽ നീ ഒരു ദിവസം പോയി ഒരു വീഡിയോ ഇട്ട് അന്നത്തോടെ എലിസബത്തിന്റെ നെഗറ്റീവ് വന്ന് തുടങ്ങിയിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള ഇവൻ കൂടെ ഉണ്ടെങ്കിൽ തീർന്ന് എന്നുള്ള സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നീ ഇവിടെ ഇതിന്റെ ഇടയിൽ കയറി നിന്നെ വെളുപ്പിക്കാൻ നോക്കുന്നു എന്ന് ഏത് സാമാന്യ ബുദ്ധിയുള്ളവനും മനസ്സിലാവും. എലിസബത്ത് ഇപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ചിലപ്പോൾ ആരെങ്കിലും ഹെൽപ്പായിട്ട് പോയി കഴിഞ്ഞാൽ എലിസബത്ത് അവരെ വിശ്വസിക്കും. അതാണ് എലിസബത്തിന് പറ്റുന്ന അബദ്ധം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നിന്നെ പോലെ ഒരു കഴിപ്പണം കെട്ടവനെയൊക്കെ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം വലിയൊരു അബദ്ധമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ബാക്കി അങ്ങനെ ഒരുത്തൻ ഏതൊരുത്തൻ പറയാ, അതായത് ഞാൻ എന്തോ നീ എന്തോ എലിസബത്തിനെ വളയ്ക്കാൻ വന്നാണോ എന്നുള്ള പോലെ. അതെ, എന്നെ കുഴപ്പമെന്ന് വെച്ചാല് ചിലപ്പോ ഇവന്റെ തള്ളയോ പെങ്ങളോ മോളോ ഒക്കെ ആയിരിക്കും അവനെ സംശയം ഉള്ളത്. മനസ്സിലായോ? അവന്റെ തന്തയല്ലല്ലോ എന്റെ തന്ത. അതിന്റെ തന്ത വിട്ടേക്ക്. എലിസബത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. മനസ്സിലായോ? ഞാൻ മോശക്കാരൻ തന്നെ. അത് നമുക്കറിയാം നീ മോശക്കാരനാണെന്ന്. പിന്നെ അവന്റെ തന്തയില്ല നിന്റെ തന്ത എന്ന് പറയുന്നുണ്ടല്ലോ, നിനക്ക് എന്താ സംശയമുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ചോദിച്ചു പോകുന്നതാ. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇനി ഇവൻ ആരെയാണ് ഈ തന്തയ്ക്ക് വിളിച്ചത് അല്ലെങ്കിൽ തള്ളയ്ക്ക് വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വൽ സൈക്കോയാണ് വിളിച്ചിട്ടുള്ളത്. അവൻ നിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നീ അവനെ പറയുക. എന്തിനാണ് അവന്റെ വീട്ടിലുള്ളവരെ പറയുന്നതാടാ പരനാറിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിന്നെ പോലെ ഒരു കഴിപ്പണം കെട്ടവൻ എന്തുവാടാ ബോധമില്ലാതിരുന്ന് വന്നിരുന്ന് വിളിച്ചു പറഞ്ഞ ചെകുത്താനെ. നീ എന്നാ എലിസബത്തിന്റെ കൂടെ കയറി എലിസബത്തിന്റെ നാശം തുടങ്ങിയെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നിന്നെ പോലെ ഒരു കഴിപ്പണം കെട്ടവനൊക്കെ കൂടെ നിന്ന് കഴിഞ്ഞാൽ തീർന്നതങ്ങ് കൂട്ടിയാൽ മതി. ഇനി യൂഷ്വൽ സൈക്കോയുടെ തള്ളയ്ക്ക് വിളിച്ചതുകൊണ്ട് അവൻ തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. അവൻ മാന്യമായിട്ടാണ് കൊടുത്തത്. അവൻ വിളിക്കുന്നുണ്ട് എന്നാൽ വിളിച്ചില്ല. ആ ഒരു സെറ്റപ്പിലാണ് നിൽക്കുന്നത്. പേഴ്സണലി ഞാൻ അന്ന് മല്ലു ഫാമിലിയുടെ വീട്ടിലുള്ളവരെ വിളിച്ചതിന് ശേഷം ഞാൻ ആ കോൺസെപ്റ്റിൽ നിന്ന് മാറി. കാരണം എനിക്ക് തെറ്റുപറ്റിയ പോലെ ഒരു റിഗ്രറ്റ് ഫീൽ വന്നു. അവൻ വിളിച്ച് അതുപോലെ ഞാനും തിരിച്ചു വിളിച്ച് എന്തിനാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കിടന്ന് അടിക്കുന്നതെന്ന് എനിക്കൊരു തോന്നലെന്ന് തോന്നിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ കേസ് അങ്ങ് വിട്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തിരിച്ചു വിളിക്കുന്ന പരിപാടിയേ ഉള്ളൂ, അല്ലാണ്ട് ആൾക്കാർ കാണാക്കടന്ന് വിളിക്കുന്ന പരിപാടി ഞാൻ അങ്ങ് നിർത്തി. എന്തായാലും യൂഷ്വൽ സൈക്കോ പറയുന്നത് കേട്ടോ. മാക്സിമം ഞാൻ ഒന്നും പറയാതെ കീപ്പ് ചെയ്യാം. കാരണം നീ പറഞ്ഞ കണക്ക് മറ്റേ ഈ ചതുപ്പി കിടക്കുന്ന നിന്റെ തന്തയുണ്ടല്ലോ, അതുപോലല്ല എന്റെ തന്ത. ചതുപ്പി കിടന്നല്ല എന്നെ ഉണ്ടാക്കിയത്, അതെനിക്ക് അറിയാം. കാരണം അതിന്റെ ഒരു ക്വാളിറ്റി എനിക്കുണ്ട്, അതിന്റെ ഒരു വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. കാരണം നല്ല ഈ പുതപ്പിലും കതപ്പിലും ഒന്നും ഉണ്ടാക്കാതെ മാന്യമായിട്ട് ഉണ്ടാക്കി മക്കളെ വളർത്തുന്നവര് നല്ല വിദ്യാഭ്യാസം തരും. അങ്ങനെയൊക്കെ ഉണ്ടായ ഒരുത്തനാ ഞാൻ. എനിക്ക് നല്ല വിദ്യാഭ്യാസം തന്നിട്ടുണ്ട് അവര്. പക്ഷെ ഇങ്ങനെ പറയുന്നവന്മാർക്കിട്ട് തിരിച്ച് പറയണം. അത് ഞാൻ എന്റെ സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് പഠിച്ചതാ. അല്ലാതെ നീ പറയുന്ന കണക്ക് വീട്ടുകാർ പഠിപ്പിച്ചാണോ എന്ന് ചോദിക്കാനില്ല. നമ്മുടെ നാട്ടുകാരാണെങ്കിലും ചോദിക്കത്തുള്ളൂ. ഇവന്റെയൊക്കെ കൂട്ടുകാരുടെ കുഴപ്പമാണ് ഇവനൊക്കെ ഇങ്ങനെ നടക്കുന്നത് എന്നേ പൊതുവെ എല്ലാവരും പറയത്തുള്ളൂ. അല്ലാതെ നീ ചോദിക്കുന്ന കണക്ക് ഇവന്റെ അമ്മ അങ്ങനെ പഠിപ്പിച്ചാണോ, അത് നീ ചോദിക്കുന്നതിന്റെ കാരണം ചിലപ്പം നിന്റെ അമ്മ ചിലപ്പോൾ അങ്ങനെയായിരിക്കും നിന്നെ പഠിപ്പിച്ച് വിട്ടേക്കുന്നത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നീ ഉടനെ ഓടി വീട്ടിലോട്ട് ചെല്ലുന്ന വല്ലവന്റെ, അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ പറയാൻ നിൽക്കുന്നത്. മനസ്സിലായോ മോനെ കൂട്ടുകാരൻ? എന്തായാലും യൂഷ്വൽ അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കേണ്ട രീതിയിൽ വളരെ മാന്യമായ രീതിയിൽ അവൻ മറുപടി കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം. എനിക്ക് പേഴ്സണലി ആരുടെ അച്ഛനും അമ്മയും വിളിക്കാൻ താല്പര്യമില്ല. പിന്നെ ഇങ്ങോട്ട് വിളിച്ച് ഞാൻ ഫ്രസ്ട്രേഷനിൽ ഞാനും തിരിച്ച് വിളിക്കും. അങ്ങനെ വിളിക്കാറേ ഉള്ളൂ, അല്ലാണ്ട് ഞാനായിട്ട് അങ്ങോട്ട് ആരെയും വിളിക്കാറില്ല. യൂഷ്വൽ സൈക്കോ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ചുമ്മാ ഇരുന്ന് അവന്റെ വീട്ടിലുള്ളവരെ വിളിച്ചത് ആണെന്നറിയാണ്. ആ ബോധമില്ലാത്തവൻ ചെകുത്താൻ. അവന് അച്ഛന്റെ അമ്മയുടെ വില അറിയാമോടെ. അങ്ങനെ അറിയാന്നുള്ളവൻ ആരെയും അങ്ങോട്ട് വിളിക്കാൻ പോകത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂലല്ലോ. ആ അവസ്ഥയാണ്. ഇവനെയൊക്കെ പോലെ ഉള്ളവന്മാരെ സപ്പോർട്ട് ചെയ്യുന്നവരെയാണ് ആദ്യം മടൽ വെട്ടി അടിക്കേണ്ടത്. നമ്മ അതിന് അപരാധമാണ്ടേ. ഒരു രീതിയിൽ ഒരു മനസാക്ഷിയോ എത്തിക്സോ ഇല്ലാത്ത കുറെ വേട്ടവാളിയന്മാരിൽ പെടുന്നവനാണ് ഈ ചെകുത്താനൊക്കെ. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. കയറി ഇരുന്നങ്ങ് കൊണയടിക്കും. ഇപ്പൊ മലത്തി കളയുന്നു. എന്ത് തേങ്ങയാണ് നീ ഇതുവരെ മലത്തിയത്? എന്തെങ്കിലും കീഴത്ത് നീ ഉണ്ടാക്കിയ? ഒരു തേങ്ങയും ഉണ്ടാക്കിയില്ല. പക്ഷേ അതൊക്കെ കൈകാര്യം ചെയ്യാൻ എലിസബത്തിന് അറിയാം. മനസ്സിലായില്ലേ? അത് നിനക്ക് നിന്റെ പെങ്ങൾക്കോ ഭാര്യക്കോ അമ്മയ്ക്കോ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിലുള്ള സകല പെണ്ണുങ്ങളും അങ്ങനെയാണെന്ന് വിചാരിക്കുന്ന. ഇനിയിപ്പോൾ അഥവാ ചെകുത്താൻ അങ്ങോട്ട് ചെന്ന് ഇറക്കിയാലും ആറാട്ടെണ്ണം ഇറക്കിയാലും അവർക്കത് ഡീൽ ചെയ്യാൻ അറിയാം. പിന്നെ നീ ഒരു ചുക്കും ചെയ്യാനും ഇല്ല അതിനകത്ത്. അവിടെ നിന്ന് ഇത്തരം വർത്താനം പറഞ്ഞവൻ എന്താണല്ലോ ഒരു ആവശ്യം വന്ന കുണയ്ക്കാനൊന്നും അവനെ കൊണ്ട് കൊള്ളത്തില്ല. അതിനുള്ള പാങ്ങുള്ളവനായിരിക്കത്തില്ല. മനസ്സിലായോ? മനസ്സിലായേ? എന്തായാലും നിന്നെ കൊണ്ടൊരു തേങ്ങയും കഴിയത്തില്ലെന്ന് നിന്റെ വർത്തമാനത്തിൽ തന്നെ ഉണ്ട്. നീ അവിടെ പോയിട്ട് കൊണയടിച്ചതുപോലെ അല്ല. നിനക്ക് പറ്റുമെങ്കിൽ നീ അത്രയ്ക്കും കട്ടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നീ ബാലെ ജയിലാക്കടേ. സമ്മതിച്ചു. നീ എലിസബത്ത് കേസ് കൊടുത്തല്ല, നീ എന്തെങ്കിലും ഇടപെട്ട് എന്തെങ്കിലും ചെയ്ത് ഈ പറയുന്ന മഹാനടനായ അണ്ണാച്ചിയെ അകത്താക്ക്. നിന്നെ കൊണ്ട് സാധിക്കത്തില്ലല്ലോ. പിന്നെ നീ വായും പൊത്തിയിട്ട് മിണ്ടായി. അവൻ നീതിക്ക് വേണ്ടി അങ്ങ് പോരാടുന്ന പോലെ അങ്ങ് കയറി അഭിനയിക്കുകയാണ്. നാണമില്ലടാ. നിന്നെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് ഓൾറെഡി ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. അതിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ എലിസബത്തിന്റെ കൂടെ കൂടി. അതോടെ എലിസബത്തിന് നെഗറ്റീവ് വരാൻ തുടങ്ങി. അതാണ് അതിന്റെ വാസ്തവം. എന്ത് വല്ലാത്ത അവസ്ഥ. ഇവനെ പോലത്തെ അമ്മമാരൊക്കെ അട്ടിപ്പിക്കരുത്. എന്റെ പൊന്ന എലിസബത്തെ നിങ്ങളടുത്ത് ഞാൻ പറയാം, നാളെ നിങ്ങൾക്ക് ഇത് വള്ളിയാവും. ഉള്ള കാര്യം പറയാമല്ലോ. അതുകൊണ്ട് അത് വിട്ടേക്ക്. ഏതോ ഒരു ഊള വന്നിരുന്നോണ്ട് പറയാം. പിന്നെ അങ്ങനെ
ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല അതിന്റെയൊക്കെ എന്ത് ആവശ്യം ഇവിടെ ഇപ്പൊ ഇരിക്കുന്നത്? ഇതൊക്കെ പറയേണ്ട കാര്യം എന്താണ്? ഇങ്ങനെയൊക്കെയാണോ ഒരാൾ സംസാരിക്കുന്നത്? എന്തെങ്കിലും ഒരാൾ വന്ന് കൃത്യമായിട്ട് ആരുടെ ഒരു പാണിയുമായിട്ട് വരുന്നത്? പിന്നില്ല, ഇതിനിടയിൽ ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞു ഭയങ്കര കണ്ടെത്തല കേട്ടോ. പക്ഷെ അവനക്കെതിരെ ഈ പുള്ളിക്കാരി കേസ് കൊടുത്താൽ അവന് പ്രശ്നമാണ്, അത് അപവാദം പറഞ്ഞിറക്കി എന്നുള്ളത് തന്നെയാ. എന്തിനാ അങ്ങനെ ഒരു സംസാരം? ഒരാൾ എത്രയോ പേര് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. മാത്രമല്ല അവർ പറയുന്ന അമൃതയുടെ വീഡിയോ കണ്ടു, അല്ല അവരവിടെ വീഡിയോ കണ്ടു, അതിനകത്ത് അങ്ങനെ പറഞ്ഞത്. ഇത് വീഡിയോ പറ്റി മാത്രമല്ല അവർ പറഞ്ഞത്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും ഇല്ലാതെ അവർ കുറച്ച് നാളത്തെ കാര്യമാണ് പറയുന്നത്. സപ്പോർട്ട് ചെയ്യണ്ട പലവട്ടം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് സപ്പോർട്ട് വേണ്ട. അവർക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് അവര് പറയും, ബാക്കിയുള്ളവരൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ നീ ഇതിന്റെ ഇടയിൽ കയറി കൊണ്ടടിക്കാൻ ആവണ്ട. നീ അവർക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവര് പറയട്ടെ, നമ്മൾ അതോടെ നിർത്തി, വേണ്ട ഇനി എലിസബത്തിന് സപ്പോർട്ട് ചെയ്യില്ല അവര് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ നിനക്ക് ഇതിന്റെ ഇടയിൽ എന്ത് കൊണയടിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നീ ആരടാ ഇതിന്റെ ഇടയിൽ ഒന്നടിയേ? അവനാണ് വലിയ മറ്റേ മാറ്റവനെടുത്ത പോലത്തെ സംസാരമെല്ലാം സംസാരിക്കുന്നത്. നിനക്ക് വല്ല കീഴൊത്തും അറിയാമോടാ? നീ കാരണമാണ് ഇപ്പൊ എലിസബത്ത് ഈ ഗതിയിലായത്. ഞാൻ ഉള്ള കാര്യം പറയാം, നീ ഒരുത്താൻ കാരണം. നീ എന്ന് അവരെ വീട്ടിൽ പോയി അന്നത്തോടെ ആ കേസിലൊരു തീരുമാനമായി. അണ്ണാച്ചിക്ക് അവിടെ ചിരിക്കാനുള്ള വകുപ്പും ഉണ്ടായി. നിന്നെപ്പോലത്തെ ഒരുത്തൻ നീ അണ്ണാച്ചിയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തോണ്ട് വന്നോന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. എന്തായാലും പറയാൻ പറ്റത്തില്ല. പൈസ എന്നാൽ ചിലപ്പോൾ നീക്ക് എന്ത് പരിപാടിയും ചെയ്യും. അങ്ങനത്തെ നാരകളാണെന്ന് തോന്നുന്നു. ഇത് അറിയത്തില്ല. എന്തായാലും തനി ഗുണങ്ങളൊക്കെ പുറത്ത് വരുന്നുണ്ടല്ലോ നിന്റെയൊക്കെ. വേണ്ട. പിന്നെ പലയിടത്തും ഇരുന്നുകൊണ്ട് പല പോസ്റ്റുകൾ വരുന്നു. ഇന്നലത്തെ ആ ഒരു വീഡിയോയിൽ ഒന്നും അങ്ങനെയല്ല, അതിനകത്ത് ഉണ്ട് ചെറുതായിട്ട്. പക്ഷെ അതിന്റെ പുറകോട്ട് ഒത്തിരി ഉണ്ട്. അവർ പല സമയത്തായിട്ട് ഇട്ട പോസ്റ്റുകളും അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നൊക്കെയാണ് ഇത്തരം ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നത്. അല്ല ഇന്നലെ പെട്ടെന്ന് അങ്ങനെ അത്രയും കേട്ടപ്പോൾ തന്നെ റിയാക്ട് ചെയ്യാനും വേണ്ടും ഒരു ബുദ്ധിമുട്ട് എലിസബത്തിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ ഇത് മനസ്സിലാക്കാതെ കിടന്നുകൊണ്ട് ചെകുത്താൻ പറഞ്ഞത് ഇതിനാണ് എന്ന് പറയുന്ന ചില മാന്യ വ്യക്തികളൊക്കെ കണ്ടു. പക്ഷെ അവനൊന്നും റിപ്ലൈ ഒന്നും ഇട്ട് അവന്റെ കഥ പറയാനൊന്നും ഇവിടെ സമയമില്ല, പറ്റത്തുമില്ല. അങ്ങോട്ട് പോയി നോക്കിയിട്ട് കാര്യമില്ല. ഇനി ഇവനെയൊക്കെ കാണിക്കാൻ പോവാ നാട്ടുകാര്. പിന്നെ അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ അങ്ങ് തടയുമെന്ന് പറഞ്ഞാണ് നേരിട്ട് ഇങ്ങോട്ട് വന്ന് എന്നെ അങ്ങ് തടയും. അങ്ങനെ അതങ്ങ് ചെയ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ തടയാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. അപ്പോഴല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. അല്ല പിന്നെ നീ ഇവിടെ കിടന്നുകൊണ്ട് കൊണോണ പറഞ്ഞാൽ എങ്ങനെയാ എന്നെ തടയാൻ പറ്റുമെന്ന് അറിയുന്നത്? അല്ല പിന്നെ എന്ത് പറയണ്ടേ ഇവനൊക്കെ? അത് കൊള്ളാം, നല്ല പരിപാടി. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയൊക്കെ എന്ത് ചെയ്യണ്ടേ? അല്ലേടോ ബാല ചെയ്തപോലെ വീട്ടിലോട്ടൊരു തോക്ക് എടുത്തോണ്ട് വരട്ടെ. ഞാൻ തോക്ക് എടുത്തോണ്ട് തന്നെ വെടിവെച്ച് കൊല്ലും, മനസ്സിലായോ? അല്ല തോക്ക് എടുത്തോണ്ട് വന്നിട്ട് ചുമ്മാ ഇങ്ങനെ കിടന്ന് പട്ടി ഷോ ഒന്നും ആയിരിക്കത്തില്ല കാണിക്കുന്നത്, അങ്ങ് കൊല്ലും ഒറ്റ വെടി. ഒരു വെടി 2 കിളി. എന്റെ തോക്കില്ല കേട്ടോ. നമ്മൾ ഈ കൊല്ലുന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നീ പേടിച്ച പോലെ നീ പേടിച്ചോ. മുഞ്ചേപ്പാര് ഇളിയപ്പാര് യാറാ നീ തങ്കോ. അയ്യോ തോക്കെടാ തോക്ക് പിടിക്കാൻ നിനക്കറിയാണോ? നീയൊക്കെ തോക്ക് പിടിച്ചാൽ സ്വന്തം നെറ്റിക്ക് നേരെ പിടിക്കും. ആ ടീമാ നീയൊക്കെ വേട്ടവളയന്മാർ. എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കരുത് ചേക്ക് തന്നെ. നീയായിട്ട് ആ എലിസബത്തിന് നീതി കിട്ടാതെ പോകുന്നു. ആ ഒരു വാസ്തവമാണ് എനിക്കിപ്പം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തിനാടാ ഇങ്ങനെ നാറി ജീവിക്കുന്നത്? ഉള്ള കാര്യം പറയാം. നീ തോക്കെടുത്തോണ്ട് നീ ഒലത്തി കളയുന്നു. നീ അത്രയ്ക്ക് ചുണ തോക്കെടുത്തോണ്ട് ഒലത്തറേ? എനിക്കൊന്നും പറയാനില്ല, ഞാൻ പറഞ്ഞാൽ കൂടി പോകണം. അവൻ്റെ തോക്ക് കണ്ടിട്ടുണ്ടോടാ നീ? മറ്റവൻ അന്ന് തോക്കം കൊണ്ടുവന്നപ്പോൾ നിന്ന് പെടുത്തെന്നാണ് അറിഞ്ഞത്. എന്നിട്ട് കിടന്ന് കൊണയടിക്കണം. തോക്ക് ഇവനെയൊക്കെ പോലെയുള്ളവന്മാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കരുത് ജനങ്ങളെ ഇന്ന് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കൊണ്ടേ പുതിയൊരു വീഡിയോ ആയിട്ടുണ്ട്. ബൈ.